ദീദിയെ പോലെ തന്നെ അതിജീവിതയുടെ പോരാട്ടം നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. അവർ കടന്നു പോകുന്ന അവസ്ഥ അടുത്തുനിന്ന് കണ്ട വ്യക്തിയാണ് താങ്കളും. ഈ കേസിൽ ഇപ്പോൾ വന്നിരിക്കുന്ന വെളിപ്പെടുത്തൽ, ഈ സ്റ്റിംഗ് ഓപ്പറേഷനിലൂടെയുള്ള വെളിപ്പെടുത്തൽ, അത് നിയമപരമായി മുന്നോട്ടുള്ള പോക്കിനെ എത്രത്തോളം സഹായിക്കുമെന്നാണ് കരുതേണ്ടത്? ഇപ്പോൾ നരോദയ പാട്ടിയ കേസിലൊക്കെ ആ തരത്തിലുള്ള സ്റ്റിംഗ് ഓപ്പറേഷൻ പ്രതികൾക്ക് ശിക്ഷ നൽകുന്ന രൂപത്തിലേക്ക് അത് സഹായകമാകുന്ന രീതിയിൽ അത് മുന്നോട്ട് പോയിട്ടുണ്ട്. ഇപ്പോഴത്തെ ഈ വെളിപ്പെടുത്തൽ അത് പ്രതിയുടെ ഒരു വെളിപ്പെടുത്തലാണ്, ഒന്നാം പ്രതിയാണ്. ഈ കേസിൽ ആരൊക്കെ സ്വയം വെള്ളപ്പൂശാൻ ശ്രമിച്ചാലും ഒന്നാം പ്രതി എന്ന് പറയുന്ന ഈ പൾസർ സുനി എന്ന പേരുള്ള സുനിലാണ് യഥാർത്ഥത്തിൽ ഈ റേപ്പ് നടത്തിയ ആൾ. അയാൾ എത്ര ശുദ്ധീകരിക്കാൻ ശ്രമിച്ചാലും ഹീസ് ദ പ്രൈം കൾപ്രിറ്റ്. നമുക്ക് എങ്ങനെ ന്യായീകരിച്ച ആൾ വന്നാലും അതിനെ സ്വീകരിക്കാൻ നമ്മൾക്ക് കഴിയില്ല. ഒന്ന്. രണ്ട്, ഞാൻ കാലത്ത് പറഞ്ഞപ്പോൾ പറഞ്ഞ ഒരു കാര്യം, പ്രോസിക്യൂഷൻ്റെ കേസിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ അയാൾ കുറേ കാര്യങ്ങൾ 313 പറഞ്ഞിട്ടുണ്ട്. അതെന്താണെന്ന് എനിക്ക് പറയാൻ കഴിയില്ല. അത് വിത്തൗട്ട് പെർമിഷൻ ഓഫ് കോർട്ട് 327 ബാർ ഉള്ളതുകൊണ്ട് എനിക്ക് പറയാൻ കഴിയില്ല. പക്ഷേ ഇപ്പോൾ അവർ നിങ്ങളുടെ ചാനൽ വഴി നടത്തിയ ഈ വെളിപ്പെടുത്തൽ ഞാൻ വിശ്വസിക്കുന്നത് അത് ദിലീപിന് വേണ്ടിയുള്ള ബോധപൂർവമായിട്ടുള്ള ഒരു വെളിപ്പെടുത്തലാണ് എന്നാണ്. മിനിയാന്ന് ദിലീപ് ഹൈക്കോടതിയിൽ ഒരു കേസ് കൊടുത്തിരുന്നു. ഈ കേസിൽ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ വേണമെന്നും CBI അന്വേഷിക്കണമെന്നായിരുന്നു എൻ്റെ ആവശ്യം. അതിലയാൾ പ്രധാനമായി ഉന്നയിച്ചിരുന്ന കാര്യം അതിലൊരു ഫോൺ കണ്ടെടുക്കാനുണ്ട് എന്നതാണ്. അത് 7-ാം തീയതിയിലേക്ക് ഫർദർ ഹിയറിങ്ങിന് വേണ്ടി വെച്ചിരിക്കുകയാണ്. അതിന് സബ്സിക്വൻ്റായി നിങ്ങളെ വിളിച്ചു പറഞ്ഞ് ഈ പൾസർ സുനി നടത്തിയ ഇക്കാര്യം, ഐ എം സോറി, ഇവിടെ കറണ്ട് പോയിരിക്കുകയാണ്. കേൾക്കാം, പറഞ്ഞോളൂ. നിങ്ങളുടെ ലൈറ്റ് ഇല്ലേ? നമുക്ക് കേൾക്കാം. അതിൽ ഞങ്ങളെ സംബന്ധിച്ച്, വിക്ടിമിനെ സംബന്ധിച്ച് അത് വിശ്വസനീയമേ അല്ല. കാരണം ഇതിൻ്റെ അന്വേഷണത്തിൻ്റെ എല്ലാ ഘട്ടത്തിലും ഈ ഫോണിനെ സംബന്ധിച്ചുള്ള കൃത്യമായ അന്വേഷണം നടക്കുകയും പൾസർ സുനിയുടെ വക്കീൽ കോടതിയിൽ സത്യവാങ്മൂലത്തിൽ ആ ഫോൺ അയാൾ നശിപ്പിച്ചു കളഞ്ഞു എന്ന് പറയുകയും ചെയ്തു. അദ്ദേഹം ഇപ്പോൾ സംസാരിക്കാൻ പോലും കഴിയാത്ത നിലയിൽ ഫുള്ളി പാരലൈസ്ഡ് ആയിട്ട് കിടക്കുന്ന ഒരാളാണ് ഈ പൾസർ സുനിയുടെ അന്നത്തെ വക്കീൽ. സ്മൃതി റിപ്പോർട്ടർ ചാനലും റോഷിബാലും നടി ആക്രമിച്ച കേസിൽ ആ പെൺകുട്ടിക്ക് നീതി കിട്ടുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള ഞങ്ങളോടൊപ്പമുള്ള എല്ലാ പോരാട്ടങ്ങളെയും നിൽപ്പിനെയും വലിയ രീതിയിൽ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ഇവിടെ ഇരുന്ന് വർത്തമാനം പറയുന്ന രാഹുൽ ഈശ്വറിന് കോടതിയിൽ നടക്കുന്ന ഒരു കാര്യവും അറിയാത്ത ഒരാളാണ്. ശുദ്ധ അസംബന്ധവും നുണയും പ്രതിക്ക് വേണ്ടി അനാവശ്യമായി പറഞ്ഞുണ്ടാക്കുന്ന ഒരാളാണ്. അതിനെ ഒരു തരത്തിലും ഇത് ചെയ്യേണ്ട കാര്യമില്ല. അവിടെ എന്ത് തെളിവുണ്ട് എന്നും കാര്യങ്ങൾ എങ്ങനെയാണ് പോകണമെന്നും ഈ കേസിൽ നല്ല ബോധ്യമുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ 11-ാം തീയതിയോടുകൂടി ഈ കേസ് ഹിയറിംഗ് അവസാനിക്കുകയും ജഡ്ജ്മെൻറ്റിന് ഈ മാസം തന്നെ ജഡ്ജ്മെൻറ്റ് പറയുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഈ കേസിൽ ഒരു ഫർദർ ഇൻവെസ്റ്റിഗേഷൻ വിക്ടിമിന് ആവശ്യമേ ഇല്ല. ഇതിൻ്റെ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ഇപ്പോൾ ആഗ്രഹിക്കുന്ന ഏക പ്രതി ദിലീപാണ്. അതുകൊണ്ട് പൾസർ സുനി നിങ്ങളെ ചതിച്ചതാണോ എന്ന് നിങ്ങൾ നന്നായിട്ട് നിങ്ങൾ അത് ഒരു സംശയമാണ്, നിങ്ങളുടെ ഒരു സംശയമാണ്. പക്ഷേ റോഷിബാൽ അങ്ങോട്ട് ബന്ധപ്പെട്ട് വിശ്വാസം ആർജിച്ച ശേഷം എടുത്തിരിക്കുന്ന പ്രതികരണമാണ്. അതല്ലാതെ ഇങ്ങോട്ട് അവർ ബന്ധപ്പെട്ട് എനിക്ക് കാര്യങ്ങൾ പറയാനുണ്ട് എന്ന രൂപത്തില്ല. റോഷിബാൽ അത് വിശദീകരിക്കാം. അഡ്വക്കേറ്റ് ടി ബി മിനി അതിജീവിതയ്ക്കൊപ്പം നിന്ന് പറയുന്ന ഒരു കാര്യം. വരാം രാഹുൽ, വരാം. ഒരു മിനിറ്റ് റോഷി, അതൊന്ന് വ്യക്തമാക്കിയ ശേഷം.
കാര്യം റോഷി ബാലിനും ചെയ്യാം. നിക്ക് സ്മൃതി ഒരു മിനിറ്റ്. എന്നെ സംബന്ധിച്ച് രാഹുൽ ഇടയ്ക്ക് കയറല്ലേ? നിങ്ങൾ ഒരുപാട് സംസാരിച്ചു കഴിഞ്ഞതല്ലേ? രാഹുൽ ഞാൻ വരുന്ന രാഹുൽ ഇവിടെ വന്നിരിക്കുന്നത് ദിലീപ് അനുകൂലമായിട്ട് തന്നെയാണ്, അതിൽ നമുക്ക് തർക്കം വേണ്ടല്ലോ. അതെ, രാഹുല് സംസാരിക്കല്ലേ, ഞാൻ ഇപ്പൊ വന്നല്ലേ ഉള്ളൂ. വിരോധികളായിട്ടല്ലേ വന്ന് നിൽക്കുന്നത്, നിങ്ങൾ അങ്ങനെ പറയല്ലേ. നിങ്ങൾ ആയിക്കോട്ടെ, ദിലീപ് വിരോധി എന്ന് സംസാരിക്കട്ടെ. ഇറങ്ങിയ ആളാണ് ഞാൻ. അതായത് 6:30 മണിക്ക് കോടതിയിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്ന ഒരാളാണ് ഞാൻ. ഐ എം വെരി ടയർഡ്. ഞാൻ നിങ്ങൾ വിളിച്ചു, നിങ്ങളുള്ള റെസ്പെക്റ്റ് കൊണ്ട് സ്മൃതിയെയും രോഷിപാലിനെയും റിപ്പോർട്ടറിനെയും എനിക്ക് നന്നായി അറിയാവുന്നത് കൊണ്ടും ഞാൻ വന്നിരുന്ന് സംസാരിക്കുന്നതാണ്. അപ്പോൾ ഇടയിൽ കയറി രാഹുൽ പറയാൻ പാടില്ല. അയാൾക്ക് പറയാനുള്ളത് അയാൾ പറഞ്ഞു കഴിഞ്ഞ ഒരു കാര്യമാണ്. ഞാനിത് പറയുന്നത് എനിക്ക് നല്ല ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഈ കേരള സമൂഹത്തിന് മുഴുവൻ ഒറ്റ സ്ട്രിങ് ഓപ്പറേഷനിലും ഈ പ്രതിയുടെ ഈ എക്സ്ട്രാ ജുഡീഷ്യൽ കൺഫെഷൻ എന്ന് നിങ്ങൾ പറഞ്ഞ കാര്യത്തിലും എല്ലാവരെയും അട്രാക്റ്റ് ചെയ്യാവുന്ന കാര്യം അയാൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം, ഈ കേസ് 11-ാം തീയതി കഴിഞ്ഞാൽ ഹിയറിങ് കഴിഞ്ഞ് ഓർഡർ എടുക്കാനായിട്ട് പോകുന്ന ഒരു കേസാണ്. ആ കേസിൽ വിക്ടിമിന് ഒരു ഫർദർ ഇൻവെസ്റ്റിഗേഷൻ്റെ ആവശ്യമേ ഇല്ല. ഫർദർ ഇൻവെസ്റ്റിഗേഷൻ്റെ കാര്യം പറഞ്ഞ് നീട്ടാൻ ശ്രമിക്കുന്ന പ്രതി ചിലപ്പോൾ റോഷിപാൽ ശ്രമിച്ചിട്ടുണ്ടാവാം. പക്ഷെ ഇത് തന്നെ ചാൻസ് എന്ന് കരുതി ഇതുവരെ ഈ മെമ്മറി കാർഡിൻ്റെ കാര്യം അവിടെ കോടതിയിലുണ്ട്. പിന്നെ ഫോൺ ഇല്ല എന്ന് പറഞ്ഞ് സത്യവാങ്മൂലം കൊടുത്ത് ഇയാളുടെ അഡ്വക്കേറ്റാണ്. ഇയാൾ എല്ലാ ദിവസവും കോടതിയിൽ വരുന്ന ആളാണ്. ഇയാൾക്ക് അങ്ങനെ സത്യം ഉണ്ടായിരുന്നെങ്കിൽ ഏത് നിമിഷവും അയാൾക്കത് ചെയ്യാൻ കഴിയുമായിരുന്നു. ഇപ്പോൾ നിങ്ങൾ കോണ്ടാക്ട് ചെയ്തപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് വന്ന് ഇത് ചെയ്യുന്ന ആളെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇത് പറയുന്ന ആളെ സംബന്ധിച്ച് എൻ്റെ സംശയം, വിക്ടിമിൻ്റെ സംശയം, ഈ കേസിനെ ടോർപ്പിഡ് ചെയ്യാനായിട്ടും ഇത് ഫർദർ ഇൻവെസ്റ്റിഗേഷൻ നടത്തി വീണ്ടും കൊണ്ടുപോകാനാണ് എന്ന ഒരു ഉത്തമമായിട്ടുള്ള അവിശ്വാസം എനിക്കുണ്ട്. ശരി, അഡ്വക്കേറ്റ് ടി.ബി. മിനി, അതിലും അപ്പോഴും ഒരു സംശയം വരുന്നത് കോടതിയിൽ നിന്നും പലപ്പോഴും തിരിച്ചടി, ഈ വിചാരണ കോടതിയിൽ നിന്ന് മാറണമെന്നുള്ള അതിജീവിതയുടെ ആവശ്യം പോലും അംഗീകരിക്കപ്പെടാത്തൊരു സാഹചര്യമുണ്ട്. അങ്ങനെയുള്ളപ്പോഴും ഇപ്പോൾ ഈ അന്തിമ വിധി എന്നുള്ളത് അതിജീവിതയ്ക്കൊപ്പമായിരിക്കും, ആ തീരുമാനം അങ്ങനെയായിരിക്കുമെന്ന് ആത്മവിശ്വാസം ലഭിക്കുന്ന രൂപത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ട് എന്ന് തന്നെയാണോ ഈ ഘട്ടത്തിൽ താങ്കളുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? അതായത് അതാണല്ലോ സ്മൃതി, കറക്റ്റ് ചോദ്യമാണ്. ഏറ്റവും കൂടുതൽ വിചാരണ ജഡ്ജിക്കെതിരെ കേസ് കൊടുത്തിട്ടത് വിക്ടിമാണ്. ഇപ്പോൾ അടുത്ത ദിവസങ്ങൾ വരെ ഓപ്പൺ കോടതിയിലാക്കണം എന്ന് പറഞ്ഞ് പെറ്റീഷൻ കൊടുത്ത ആളാണ് ഞാൻ. അപ്പോൾ പക്ഷേ ഈ കേസ് അപ്പോഴും എത്ര ശ്രമിച്ചാലും തെളിവുകളുടെ മുന്നിൽ നിങ്ങൾക്ക് കണ്ണടയ്ക്കാൻ പറ്റാത്ത നിലയിൽ കാര്യങ്ങളുണ്ട് എന്ന വിശ്വാസമാണ് എനിക്കുള്ളത്. അതുകൊണ്ട് കേസ് വിധി പറയുക തന്നെ വേണം. ഇനിയും ഫർദർ ഇൻവെസ്റ്റിഗേഷനിലേക്ക് പോകുന്നത് എനിക്ക് വിക്ടിമിന് ഗുണമല്ല എന്ന പൂർണ്ണ വിശ്വാസമാണ് എനിക്കുള്ളത്. അത് കൃത്യമായിട്ടും പ്രതിക്ക്, പ്രത്യേകിച്ച് 8-ാം പ്രതിക്കാണ് ഗുണം. ശരി, 8-ാം പ്രതി അത് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് അതിജീവിതയോട് അടുത്ത് നിൽക്കുന്ന അതിജീവിതയുടെ അഭിഭാഷക തന്നെയായിരുന്ന ടി.ബി. മിനി പറയുന്നത്. ഞാൻ രാഹുലിലേക്ക് വരാം. രാഹുൽ, ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.